വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. അതാണ് ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എ കോൾഡ് ഔട്ട് അസംബ്ലി, വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. നമ്മൾ സഭ എന്ന് പറയുന്നു. വിശുദ്ധ ജനം അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരം, മണവാട്ടിയൊക്കെ പറയുന്ന ഈ സഭ, ആ സഭ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണെങ്കിൽ തന്നെയും അതേക്കുറിച്ച് ഒന്നുകൂടെ ആധികാരികമായിട്ട് നാം വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ് എന്നതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സഭ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ എക്ലേസിയ എന്ന പദമാണ്. EKKLESIA, എക്ലേസിയ. അതിൻ്റെ അർത്ഥം തന്നെ കോൾഡ് ഔട്ട് അസംബ്ലി എന്നാണ്. അപ്പോൾ ഞാനും നിങ്ങളും സഭയുടെ അംഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ട വ്യക്തികളുടെ ഒരു കൂട്ടമാണ്, ഒരു സമൂഹമാണ്. വിളിക്കപ്പെട്ട, അല്ലാതെ തനിയെ ഉണ്ടായതല്ല. നമ്മൾ കോൾഡ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്ന് എടുത്ത് മറ്റൊന്നിനോട് ചേർത്തവരാണ് ഞാനും നിങ്ങളും. വി ആർ കോൾഡ് ഫ്രം സംവെയർ one thing and we are added to another thing. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. വിൻ സിസ്റ്റർ വായിച്ച് കേൾപ്പിക്കും. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സോ സഭ എന്ന് പറഞ്ഞാൽ എക്ലേസിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. എ കോൾഡ് ഔട്ട് പീപ്പിൾ, എ കോൾഡ് ഔട്ട് അസംബ്ലി. ഒരു ഭാഗത്തു നിന്നും എടുത്ത് മറ്റൊന്നിനോട് ചേർക്കപ്പെട്ട ഒരു സമൂഹം. ഇനി ഈ പ്രോസസ്സ്, ഈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. ആരാണത്? കർത്താവ്. He don't want anybody else to do that business. The enrollment. Why? He have a lot of angels. He can do a lot of things. He has all the power, all the people, all the authority. But this one thing, ഈ ഒരു കാര്യം he wanted to do himself. He don't want an assistant to do it. Which means it's very, very significant. He don't want anything not have the real eligibility came into or come into the new addition. അല്ലേ? ഒരു ശരിയല്ലാത്ത, അതുകൊണ്ടാണ് മറ്റൊരാളെ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് നടക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണമെന്ന് പല കാര്യങ്ങളിലും നമുക്ക് തോന്നും. പലർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ചെയ്യുന്നത് യേശു ക്രിസ്തുവാണ്. ആൻഡ് ഹീ ഈസ് ദ സേവിയർ. അവൻ തന്നെ രക്ഷകനായിരിക്കെ ഈ എൻറോൾമെൻറ്റ് കർത്താവ് തന്നെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് സോ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടു ബി എ പാർട്ട് ഓഫ് എ ചർച്ച്. ഞാനും നിങ്ങളും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. എന്നാൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ശോധന ചെയ്യാം, എക്സാമിൻ ചെയ്യാം. ഞാൻ ശരിക്കും എൻ്റെ കർത്താവ് എന്നെ ഇതിനോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ? ലോട്ട് ഓഫ് പീപ്പിൾ ക്ലെയിം ടു ബി പാർട്ട് ഓഫ് ചർച്ച്. എന്നാൽ ഐ ബിലീവ് there should be certain criteria that to be met.
നമ്മെ തന്നെ ശോധന ചെയ്ത് അല്ലേ. ഇന്ന് നമുക്കറിയാം കാത്തലിക്കിലൊക്കെ മാമോദീസ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ സിസ്റ്ററുടെ മകളുടെ മാമോദീസയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, അപ്പോൾ മാമോദീസ കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയുടെ അംഗമായി. ബട്ട് ഇവിടെ വന്ന് നമ്മൾ വായിച്ച സഭയുടെ അംഗമാകണമെങ്കിൽ കർത്താവ് ആഡ് ചെയ്യണം. അതിന് ചില റിക്വയർമെൻ്റ് ഉണ്ട്. അത് മീറ്റ് ചെയ്താൽ മാത്രമേ സഭയുടെ അംഗമാകത്തുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയാറുള്ളത് പോലെ, മാതാപിതാക്കൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് മക്കൾ ക്രിസ്ത്യൻസ് ആകണമെന്നില്ല. യേശു ചേർത്തെങ്കിൽ മാത്രമേ അവിടെ അവർക്ക് ഈ സഭയുടെ അംഗമാകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി എവിടെയാണ് ഈ സഭ, അല്ലെങ്കിൽ ആരാണ് ഈ സഭ സ്ഥാപിച്ചത്? ആരാണ് ഈ സഭ സ്ഥാപിച്ചത്? എവിടെയാണ് സഭ തുടങ്ങിയത്? നമ്മളിത് അറിഞ്ഞിരിക്കണം. അവിടെ നിന്നാണ് കർത്താവ് ഓരോരുത്തരെയും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ 2025 ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. സഭയുടെ ക്വാളിറ്റി, സഭയുടെ പവർ, അല്ലെങ്കിൽ അതിൻ്റെ പവിത്രത, ഇതൊക്കെ നമ്മൾ തന്നെ ശോധന ചെയ്ത് അതിനെ ഏറ്റവും പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എന്നാൽ എവിടെയാണ് ഇത് തുടങ്ങിയത്? അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം തന്നെ അതിൻ്റെ 41-ാമത്തെ വാക്യം വായിച്ചാട്ട്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ ഈ സഭ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത്, അന്ന് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്തു? സ്നാനം ഏറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു ചേർക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അവരോട് ചേർന്നു. ഇനി നമ്മൾ ആദ്യം വായിച്ച വാക്യം 40-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 47-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവ് പറഞ്ഞ് ഇങ്ങനെയാണ്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ അവരോട് ചേർന്നു. എത്ര പേര് ചേർന്നു? 3000 പേര് അവരോട് ചേർന്നു എന്ന് പറയുമ്പോൾ ഇതാണ് സഭ. പിന്നീട് കർത്താവ് ഓരോരുത്തരെ ചേർത്തുകൊണ്ടിരുന്നു, ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ 3000 പേര് ചേർന്നു എന്ന് പറയുമ്പോൾ എത്ര പേരായി ഇപ്പോൾ? അല്ലേ, ചേർന്നു, അവരോട് ചേർന്നു. ആരാണ് ഈ അവര്? 120 പേര് യെരുശലേമിലെ അപ്പർ റൂമിൽ ഇരുന്ന് ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജനമാണ് അവർ. അപ്പോൾ സഭ തുടങ്ങിയത് എവിടെയാണ്? ദി അപ്പർ റൂം. അവിടെയാണ് സഭ തുടങ്ങിയത്. അവരോട് ചേർന്നതാണ് 3000 പേര്, 3000 people. So now become 3120 people. 3120 പേര് ഇപ്പോൾ സഭയിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സഭ തുടങ്ങിയത്? നമ്മളിത് അറിഞ്ഞിരിക്കണം. ആരാണ് സഭ തുടങ്ങിയത്? യേശു അവരോട് പറഞ്ഞു, അല്ലേ, പിതാവ് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കുന്നവർ അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നു. കിട്ടിയ അന്ന് തൊട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആരാണ് വാസ്തവത്തിൽ സഭ തുടങ്ങിയത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ 120 പേരിൽ വന്നപ്പോഴാണ് എന്ത്? സഭ വാസ്തവമായിട്ട് തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത്. ഹല്ലേലൂയ, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് തന്നെയാണ് സഭ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അതിനുശേഷമാണ് അവരെ സഭ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുകയാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു ടേക്കൺ ഫ്രം സംതിങ് ആൻഡ് ആഡഡ്. 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് അവർ വിടുവിക്കപ്പെട്ടത്? ഫ്രം വേർ ദേ ഹാവ് ബീൻ ടേക്കൺ ഔട്ട്. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് അനുസരിച്ച് 3000 പേര് സ്നാനം ഏറ്റ് എന്തു ചെയ്തു? അവരോട് ചേർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ താല്പര്യമുണ്ട്
എന്ന് 3000 പേർ പറഞ്ഞു. അപ്പോൾ ഈ ഇരിക്കുന്നവരാരൊക്കെയാ? വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് സഭയോട് ചേർന്നവരാണ് വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത്. വി ആർ ഡിഫറെൻറ്റ്, വി ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ആരാണ് ചേർക്കുന്നത്? അത് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ വ്യത്യാസം. ആരും എങ്ങനെയെങ്കിലും ഒന്നും അവിടെ കയറിക്കൂടാൻ പറ്റത്തില്ല. ഇവരെയാണ് സേവ്ഡ് എന്നും അൺസേവ്ഡ് എന്നും പറയുന്നത്. അൺസേവ്ഡ് എന്ന് പറയുമ്പോൾ വക്രതയുള്ള തലമുറ അല്ലേ, അല്ലെങ്കിൽ പെർവേഴ്സ് ജനറേഷൻ, അങ്ങനെയുള്ള അത് എന്നും പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ജനറേഷൻ. എന്നാൽ അതിൽ നിന്ന് ചിലരെ കർത്താവ് എടുത്ത് സഭയോട് ചേർത്ത് കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തമായ അല്ലേ ഒരു വ്യത്യാസം, ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. കാരണം അത്രയും വലിയ കാര്യമാണ് നടക്കുന്നത്. ഒരു സേവ്ഡ്, ഒരു അൺസേവ്ഡ് ബിക്കേം സേവ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പെർവേഴ്സ് ജനറേഷൻ, വക്രത നിറഞ്ഞ ഒരു തലമുറയിൽ നിന്ന് ഒരുവൻ ഒരു യേശു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച ആ സഭയുടെ ഒരു അംഗമാകുന്നതിനെയാണ് നമ്മൾ രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 40-ാം വാക്യത്തിൽ പറഞ്ഞത് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നതാണ് ആദ്യത്തെ അർത്ഥം. പിന്നെ നമ്മൾ ന്യായവിധിയിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ നിത്യജീവൻ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. But the first thing is we are taken out from the perverse generation and added to the church, the body of Christ, where God, Holy Spirit have started in the upper room. ആ മാളികയിൽ തുടങ്ങിയ ആ സഭയോട് ചേർത്ത് വെച്ചു എന്ന് വേണം നമ്മൾ പറയുവാൻ. ഇതാണ് സഭ. ഇത് വ്യത്യാസമാണ്, ഇത് യുണീക്കാണ്, അത് മറ്റൊന്നുമായിട്ട് ചേരുന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ. കോൾഡ് ഔട്ട് ഫ്രം ദ പെർവേഴ്സ് ജനറേഷൻ. നമുക്ക് നമ്മൾ ആ സെപ്പറേറ്റ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഐ റിയലി സെൻസ് ദ സ്പിരിറ്റ് മൂവിങ് വിത്തിൻ മീ. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്നുള്ള ആ ഒരു ബോധ്യം. ഐ ആം സംബഡി വെരി വെരി സ്പെഷ്യൽ, taken out from the wicked people, and God himself added me to the church. It's such a privilege, and I am one of them. Really, really important. So the church who are actually we were unsaved but now became saved. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ ഡിഫറൻസ് നമുക്ക് പലർക്കും കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പസ്തോലനായിരുന്ന പത്രോസിൻ്റെ ഭാഷയിൽ ഈ വ്യത്യാസത്തെ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ്? 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ ഈ കോൾഡ് ഔട്ട് ഫ്രം ദ പെർവേഴ്സ് ജനറേഷൻ. അപ്പോൾ ഈ പെർവേഴ്സ് ജനറേഷൻ, വക്രതയുള്ള തലമുറയെ പറയുന്നത് ഡാർക്ക്നെസ്. മനസ്സിലായ? ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മാർവലസ് ലൈറ്റ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ? ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്, വി നോ ദ ഡിഫറൻസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഡാർക്ക്നെസ് ടു ദ മാർവൽ ലൈറ്റ്. ഡാർക്ക്നെസ് ഈസ് ഡാർക്ക്, ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ, ഏറ്റവും ഇരുട്ടെന്ന് വിചാരിച്ചോ. അതിന് എത്രയായാലും ഒറ്റ കാര്യമേ ഉള്ളൂ അല്ലേ, ലൈറ്റ് ഇല്ലാത്ത ഇരുട്ട്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ ലൈറ്റ് ക്യാൻ ബി ഇൻ ഇറ്റ്സ് എന്താ പറയുക, അതിൻ്റെ ലൂമിനൻസ് അല്ലേ, എത്ര വേണമെങ്കിലും കൂടാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഡാർക്ക്നെസ് ടു ദി മാർവലസ് ലൈറ്റ്. ദാറ്റ് മച്ച് ഡിഫറൻസ് ഫ്രം the generation from where we have been taken and the church now we are in. ഇത്രമാത്രം ഡിഫറൻസ് ഉണ്ട് ലോകവും ഞാനും നിങ്ങളും തമ്മിൽ. ഹല്ലേലൂയ.
അപ്പോൾ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട്. പത്രോസ് പറയുന്നത് ഫ്രം ഡാർക്ക്നെസ് ടു ദ മാർവലസ് ലൈറ്റ്. ഇനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവിടെ. എന്നിട്ട് വി ആർ കോൾഡ് ആസ്, ഒന്ന് പറഞ്ഞിരിക്കുന്നത് ചോസൺ റേസ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് നമ്മൾ. ആരാ ആഡ് ചെയ്യുന്നത്? കർത്താവാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ്സ് നോട്ട് ആൻ അസിസ്റ്റൻ്റ് ഓർ ഏഞ്ചൽ ഡൂയിങ് ദ ബിസിനസ്. ദ എൻറോൾമെൻറ്റ് ഈസ് ഡൺ ബൈ ക്രൈസ്റ്റ് ഹിംസെൽഫ്. യേശു തന്നെ, നമ്മുടെ കർത്താവ് തന്നെ ചെയ്യുവാണ്. ഇയാളെ പിടിച്ച് ഇങ്ങോട്ട് ചേർക്കണം. അങ്ങനെയുള്ള ആളെ വിളിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഇനി പറഞ്ഞിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗം, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു റോയൽ, ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം അത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, ദ വേൾഡ് ആൻഡ് മീ. എന്നിട്ട് നമ്മൾ ലോകം മുഴുവൻ കാണുമ്പോൾ ഞാനും അവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞാൽ there is something not really right, because in God's sight such a tremendous difference, the world and the church. അപ്പോൾ റോയൽ പ്രീസ്റ്റ്ഹുഡ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഹോളി നേഷൻ, വിശുദ്ധ വംശമാണ്, ഒരു ഹോളി നേഷൻ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് ഓൺ പൊസിഷൻ. എന്തുകൊണ്ടാണ്? യേശു തന്നെ, ബിക്കോസ് ഹി വാണ്ടഡ് ടു ബി ഹിസ് ഓൺ പൊസഷൻ. ഹിസ് ഓൺ പൊസഷൻ അല്ലേ, നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ചിലർ അല്ലേ, നമ്മൾ അവരെ ഏറ്റവും അധികം സ്നേഹിക്കും. സ്വന്തം എന്ന് പറയാൻ ചിലത് നമുക്കുണ്ട്, അത് നമ്മൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്യും. എന്ന പോലെ ഈ യേശു തന്നെ അത് ചേർത്ത് വച്ചിരിക്കുന്ന ജനത്തെ പറയുന്നത് ഹിസ് ഓൺ പൊസഷൻ, അവൻ്റെ സ്വന്തം ജനം ആകുന്നു. ഇപ്രകാരമുള്ള ഒരു മാറ്റമാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ചേഞ്ച് വന്നു, നമ്മൾ വന്നു ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ഒന്നും കൂടെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് അതിനു വേണ്ടി വളരെ ഒരു 4-5 കാര്യങ്ങളാണ് അത് വേണ്ടത്. അത് നമ്മളൊന്ന് ശോധന ചെയ്താൽ മതി, നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇതിലൂടെ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ഈ ഡാർക്ക്നെസ്സിൽ നിന്ന് ആ മാർവലസ് ലൈറ്റിലേക്ക് വന്നു. യേശു നമ്മെ ഇവിടെ നിന്ന് എടുത്ത് ഇവിടേക്ക് ചേർത്തു. വി ആർ എ കോൾഡ് ഔട്ട് അസംബ്ലി. വി ആർ സോ ഡിഫറെൻറ്റ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ്. ഹല്ലേലൂയ. അതൊന്നിച്ച് നിൽക്കും, അതൊന്നിച്ച് മൂവ് ചെയ്യും, അതൊന്നിച്ച് ദൈവത്തെ ഉയർത്തും, അതൊന്നിച്ച് വീണ്ടും കാണപ്പെടും. ഇറ്റ് ഈസ് സെപ്പറേറ്റ്, ഇറ്റ് ഈസ് യുണീക്ക്. തനിതായ ഒരു ഐഡൻറ്റിറ്റി അതിന് വേണം. ഇറ്റ് ഈസ് ഇൻ ദ വേൾഡ്, ലോകത്തിലാണ്, ബട്ട് ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ വേൾഡ്, നോട്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേൾഡ്. ഹല്ലേലൂയ. അത്രയും സ്ട്രോങ് ആണ് ഈ കോൾഡ് ഔട്ട് അസംബ്ലി, വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലപ്പോൾ ലോകം ചെയ്യുന്ന പോലെ ചില നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ലോകത്തിൻ്റെ ഇൻട്രസ്റ്റ് അല്ല നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് വന്നേക്കാം. ഇറ്റ്സ് ട്രൂ. Nothing, to be dismayed about it, because we are separate. We are called out. എങ്ങനെയാണ് അത് സംഭവിച്ചത്? How that difference has happened? How that transformation happened? എങ്ങനെയാണ് ആ രൂപാന്തരം സംഭവിച്ചത്? 39 മുതൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 39 മുതൽ അതിൻ്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിനുള്ള ഉത്തരം അവിടെയുണ്ട്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവുമായി ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായി കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വായിക്കുന്നത്, അന്ന് സ്നാനപ്പെട്ട് 3000 പേർ അവരോട് ചേർന്നു. അപ്പോൾ ഈ 4-5 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഹൗ യു ക്യാൻ ബി ആഡഡ് ടു ദ ചർച്ച്. ഹല്ലേലൂയ.
36 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. ഫസ്റ്റ് തിങ് വി നീഡ് ടു നോ ആരാണ് യേശു. ഈ ഭൂമിയിൽ വന്ന്, അതുവരെയും പത്രോസ് ആ 35 വരെയുള്ള വാക്യങ്ങളിൽ ആരാണ് ക്രിസ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 35 പറയുന്നത് ആ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, എന്നാൽ അവൻ തന്നെയാണ് ക്രിസ്തു എന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ഹൂ ഈസ് ക്രൈസ്റ്റ്? നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്പർ 1, വെരി സിമ്പിൾ ടു ഗെറ്റ് ആഡഡ് ടു ദി കോൾഡ് ഔട്ട് അസംബ്ലി. ആദ്യം യേശു ക്രിസ്തു ആരാണെന്നുള്ള അറിവ്. അവൻ ദൈവമായിരുന്നവൻ ഈ താണഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു. പിതാവ് അവനെ ഉയർപ്പിച്ചു, ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ്റെ പേര് യേശു എന്നായിരുന്നു. അവൻ തന്നെയാണ് ക്രിസ്തു. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, വിശ്വസിക്കണം. നമ്പർ 1. നമ്പർ 2, വി ക്രൂസിഫൈഡ് ഹിം. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന് മുന്നത്തെ വാക്യം, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ. അപ്പോൾ ആദ്യം യേശു ആരാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ഞാനാണ് അവനെ ക്രൂശിച്ചത്. അവിടെ നിന്നിരുന്ന ജനം യേശുവിനെ ക്രൂശിച്ചിട്ടില്ല. വാസ്തവത്തിൽ പടയാളികളൊക്കെയാണ് അവനെ ക്രൂശിച്ചത്. പക്ഷേ അവിടെ നിൽക്കുന്ന ജനത്തിനോട് പറയുകയാണ്, നിങ്ങളാണ് അവനെ ക്രൂശിച്ചത്. ഈ രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഞാനാണ് അവൻ കാൽവരിയിൽ യാഗമാകുവാൻ കാരണമായത്. എൻ്റെ പകരമാണ് അവൻ കാൽവരിയിൽ യാഗമായത്. ഐ ഡിഡ് ക്രൂസിഫൈ ഹിം. ഈ അണ്ടർസ്റ്റാൻഡിങ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉണ്ടാകണം. ആരാണ്, എന്താണ് സഭ, സഭയിലെ അംഗത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, വളരെ വ്യക്തമായിട്ട് ഈ 4 വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കൃത്യമായിട്ട് അറിയണം. 2, യേശുവിനെ ഞാനാണ് ക്രൂശിച്ചത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കാരണം എൻ്റെ പാപങ്ങളാണ് അവനെ കുരിശിൽ കയറ്റിയത്. എൻ്റെ പാപങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടിയാണ് അവൻ മരിച്ചത്. അതുകൊണ്ട് ഞാൻ കാരണമാണ് മരിച്ചത്, ഞാനാണ് അവനെ ക്രൂശിച്ചത്. 3 നമുക്ക് വേണ്ടിയത് എന്താണ്? നമുക്ക് വേണം, അവർ പറയുന്നു, അത് കേട്ട് എന്തുണ്ടായി? അടുത്ത വാക്യം, ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. വി നീഡ് ടു ബി കൺവിക്റ്റഡ്. നമുക്കത് മനസ്സിലായി, ഞാനാണ് അവനെ, ഇത് നമ്മൾ കേട്ടു, ഞാനാണ് അവനെ ക്രൂശിച്ചത്. അപ്പോൾ എനിക്കൊരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ വരണം. അയ്യോ, റെസ്റ്റ്ലെസ്നെസ് അല്ലേ, നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിൽ വേണം. റെസ്റ്റ്ലെസ്നെസ്, ഹൃദയത്തിൽ കുത്തുകൊണ്ടതുപോലെ. ഹൃദയത്തിൽ കുത്തുകൊണ്ടതുപോലെ. കയ്യിനൊക്കെ ഒരു കുത്തുകൊണ്ടാലും കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക, ബാൻഡേഡൊക്കെ ഇട്ട് പോവാം. എന്ന് ഹൃദയത്തിൽ ഒരു കുത്തുകൊണ്ടാൽ ഇറ്റ് ടേക്ക് സം ടൈം. അപ്പോൾ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ, യേശു ആരാണെന്നും നിങ്ങളാണ് അവനെ ക്രൂശിച്ചതെന്നും പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. 3 നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, നമുക്ക് ആ ഒരു കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൃദയത്തിൽ നമുക്ക് ഒരു ബി കൺവിക്റ്റഡ്. അയ്യോ, ഞാൻ കാരണമാണല്ലോ, ഞാനാണ് തെറ്റുകാരൻ. അത്രയും ഉണ്ടെങ്കിൽ ഇനി പത്രോസ് അവരോട് പറയുകയാണ്, അവർ ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ട? അങ്ങനെയുള്ളവരാ ചോദിക്കുന്നത് അല്ലേ. അയ്യോ, വാട്ട് ക്യാൻ ഐ ഡു? ഐ ആം നൗ ഗെറ്റ് പിയേഴ്സ് ഇൻ മൈ ഹാർട്ട്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവർ ചെയ്യേണ്ട 2 കാര്യം കൂടെ പറഞ്ഞു. 3 ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. പറഞ്ഞോട്ടു, അടുത്ത വാക്യം. മാനസാന്തരപ്പെടുവേൻ. അപ്പോൾ അടുത്ത 4 എന്താണ്? റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ് എന്ന് വെച്ചാൽ, അയ്യോ, ഞാൻ ഇനി അത് ചെയ്യത്തില്ല. ഐ വിൽ നോട്ട് ഡു സിൻ എനി മോർ. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റബോധമാണ്, ഞാൻ തെറ്റ്. ഈ കൺവിക്ഷനും കൊണ്ടുപോയിട്ട് നമുക്ക് പറ്റില്ല. അതിനോട് നമുക്ക് ചോദിക്കാം, ഞാൻ എന്താ ചെയ്യേണ്ടത്. പക്ഷേ രക്ഷ പ്രാപിക്കണമെങ്കിൽ വി നീഡ് ടു ബി റിപ്പൻറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ നോട്ട് ഡു എനിത്തിങ് അഗെയിൻസ്റ്റ് ഹിം എനി ലോങ്ങർ, ബിക്കോസ് ഐ ആം ദ വൺ ക്രൂസിഫൈഡ് ഹിം ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു. അല്ലേ, ബൈബിളിൽ പിന്നെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ പറയാം, നിങ്ങൾ വീണ്ടും പാപം ചെയ്താൽ അവനെ വീണ്ടും ക്രൂശിക്കുന്നവരായിരിക്കും. അപ്പോൾ നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് എനി മോർ. അതാണ് റിപ്പൻറ്റൻസ്. ഒരു ട്രൂ റിപ്പൻറ്റൻസ് വരണം. യേശു പേനയും ഇന്നൊക്കെ ഫോണിലായിരിക്കും, അന്ന് എനിക്കറിയില്ല യേശു എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന്. നമ്മുടെ പേര്
ഹല്ലേലൂയ. പേൻ എടുത്തിട്ടാണോ ഇനി ടെക്നോളജി എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഹി ഈസ് റെഡി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൺവിക്റ്റഡ് ആണ്. ഇനി റിപ്പൻറ്റൻസ്, നമ്മൾ ഇനി പാപം ചെയ്യത്തില്ല എന്നുള്ളൊരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ശരിക്കും നമ്മൾ സഭയുമായിട്ട് ചേർന്ന് ദൈവം പിടിക്കണമെങ്കിൽ. അടുത്തത് എന്തു വേണം? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പൻറ്റൻസ് ഉണ്ടായി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഞാൻ സ്നാനം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ തന്നെ ഏൽപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ സമ്മതിക്കണം. അതിനായി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളാരാ? കോൾഡ് ഔട്ട് അസംബ്ലി, വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. യേശു എടുത്ത് ചേർത്തതാ, ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് ചേർത്തതാ. നമ്മളീ പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റായി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാ. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടത് കൊണ്ട് നമുക്ക് അവനോട് കൂടെ ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ സ്നാനപ്പെട്ടായിരിക്കും, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ അംഗമാകണമെങ്കിൽ മാനസാന്തരപ്പെട്ട, ഇനി ഞാൻ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മരിച്ചാൽ അവനോട് കൂടെ ജീവിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവൻ മരിച്ചിട്ട് ജീവിച്ചിരിക്കുന്നു, അതുപോലെ ഞാൻ ജീവിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് തന്നെ സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ് ഹല്ലേലൂയ യേശുവിനോടുകൂടെ മരിച്ച് യേശുവിനോടുകൂടെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിന് വേണ്ടി ഞാൻ അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എന്നെ തന്നെ സ്നാനത്തിന് ഏൽപ്പിക്കണം. അപ്പോൾ എന്തൊക്കെ വേണം? യേശു ആരാണെന്ന് അറിയണം, അവനെ ക്രൂശിച്ചത് ഞാനാണെന്ന് അറിയണം. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലൊരു കൺവിക്ഷൻ ഉണ്ടാകണം, അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഞാൻ യേശുക്രിസ്തുവിനെ കൂടെ മരിക്കാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത്രയും ചെയ്താൽ അപ്പസ്തോലനായിരുന്ന പത്രോസ് പറയുകയാണ്, ആദ്യത്തെ പോപ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവൻ. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയുമെന്ന് യേശു പറഞ്ഞ ആ പത്രോസ് വിളിച്ചു പറയുകയാണ്, ദ ഫസ്റ്റ് ക്രിസ്ത്യൻ മെസ്സേജ് ഫോർ ദ ചർച്ച്. വിളിച്ചു പറയുകയാണ്, എന്തു ചെയ്യാം? ഇത്രയും 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എന്ത് ലഭിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധ ആത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമേ സഭയുടെ അംഗമാകത്തുള്ളൂ. അതല്ലേ അപ്പർ റൂമിൽ സംഭവിച്ചത്? 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അവർ സഭയായി. പിന്നീട് 3000 പേർ ആഡ് ചെയ്യപ്പെട്ടത് ഈ പ്രസംഗം കേട്ടതുകൊണ്ടാണ്. ഈ ഹല്ലേലൂയ ഈ 4 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ 5 വസ്തുതകൾ കേട്ടു. അത് കേട്ട് എന്തു പറഞ്ഞു? ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിർത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് ദെൻ ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. കാരണം പിന്നെ ഈ യേശുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഈ വ്യക്തി പിന്നെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലുമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്നു, യു ആർ കോൾഡ് ഔട്ട്. പരിശുദ്ധാത്മാവ് ലഭിക്കും. ഇനി ഇത് ആദ്യ മെസ്സേജ് ആണെങ്കിൽ തന്നെയും പറഞ്ഞിരിക്കുന്നത് എന്താ? അടുത്ത വാക്യം 39. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന കോൾഡ് ഔട്ട് ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. ഒറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ എല്ലാവർക്കും. ദ ഓൺലി വൺ ഹല്ലേലൂയ വേ ടു ബി ആഡഡ് ടു ദ ചർച്ച്, ടു ദി കോൾഡ് ഔട്ട് പീപ്പിൾ. ആ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആകണം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഞാനും നിങ്ങളും ആ ഒരു കൂട്ടത്തിൽ ഉള്ളവരല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഈ ഏജൻറ്റ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ പിന്നെ നിങ്ങൾ എന്താണ്? യു ബിക്കം പാർട്ട് ഓഫ് ദ ചർച്ച്. നമ്മൾ സഭയുടെ ഒരു അംഗമായിട്ട് നമ്മൾ മാറുകയാണ്. പിന്നെ ചെയ്യുന്നത് ഈ
ഈ പരിശുദ്ധാത്മാവാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അവിടെ പറഞ്ഞു നിർത്തിയത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും എന്ന് പറഞ്ഞു. അതോടുകൂടെ അവരുടെ ഹൃദയത്തിൻ്റെ വേദന മാറി കാണണം. അവർ സ്നാനപ്പെട്ടു, 3000 പേർ അവരോട് കൂടെ ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ വന്നാൽ ഇറ്റ് ബിക്കെയിം എ സൂപ്പർ നാച്ചുറൽ പവർ ആൻഡ് ഇറ്റ് ബ്രോട്ട് എ ട്രെമൻഡസ് ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ ഇൻ ഈച്ച് ഓഫ് ദം. നമ്മിൽ എല്ലാവരിലും, നമ്മൾ ഈ വർഷത്തെ നമ്മുടെ തീം വീണ്ടും ബൈ ഹിസ് സ്പിരിറ്റ് എന്നാണ്. എത്ര യാഥാർത്ഥ്യമാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതിനെ കാണിക്കുവാനായിട്ട് ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മൃതശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ശക്തിയെ അവിടെ ഈ 11-ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഈ മോർട്ടൽ ബോഡീസ്, അതായത് നിങ്ങളുടെ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. The mortal bodies will become immortal. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും അത്ഭുതം പരിശുദ്ധാത്മാവ് ചെയ്തത് ഇതാണ്. എന്ത്? മരിച്ചു കിടന്ന യേശുവിൻ്റെ മേൽ ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഹല്ലേലൂയ ഒരു ഗ്ലോറിയസ് പേഴ്സണായിട്ട്, മരണമില്ലാത്ത ഹല്ലേലൂയ ഒരു വ്യക്തിയായിട്ട് അവൻ വീണ്ടും ഉയർക്കപ്പെട്ടു. ഹല്ലേലൂയ. കുഞ്ഞാട് ഇപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ ലൈറ്റാ, അത്രമാത്രം ഗ്ലോറിയസ് ആണ്. ആരാണത് ചെയ്തത്? പരിശുദ്ധാത്മാവ് ആ ഡെഡ് ബോഡിയുടെ മേൽ പ്രവർത്തിച്ചപ്പോൾ ഹല്ലേലൂയ he became the glorious, the living, ever living person. ഹല്ലേലൂയ. ജീവനുള്ള ആ രാജാതിരാജാവായിട്ട് അവൻ മാറി. എങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞാൽ the same spirit is in me and in each one of you. അത്രമാത്രം. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, you are called out from darkness to the marvelous light. കാരണം ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഹല്ലേലൂയ എത്ര ഡാർക്കായാലും അതിൽ നിന്നും ഒരു ഗ്ലോറിയസ് ലൈറ്റിലോട്ട് നമ്മെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ the mortal body, മർത്യ ശരീരങ്ങളെ അവൻ എന്ത് ചെയ്യും? അവൻ നമ്മളെ ജീവിപ്പിക്കും. We will become immortal. End of the day, when Jesus comes, even if we die, we will be risen with him. അപ്പോൾ അത് സംഭവിക്കും. എന്നാൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. the same spirit now we are carrying. നമ്മൾ ആ ആത്മാവിനെ കൊണ്ട് നടക്കുന്നവരാണ്. ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് രാജാതിരാജാവായിട്ട് ഇരുത്തിയിരിക്കുന്ന അതേ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്തെല്ലാം നടക്കും? ഹല്ലേലൂയ. 11 അതിൻ്റെ 13-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈ ആത്മാവ് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് മരിച്ചു കിടന്ന ഡെഡ് ബോഡിയുടെ പ്രശ്നമല്ല. ഇത് ഡെഡ് ബോഡിയുടെ മേൽ ആവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഇപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആത്മാവിൻ്റെ ശക്തി അറിയാമല്ലോ എന്താണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് ആ ഗ്ലോറിയസ് ആയിട്ട് ഉയർപ്പിച്ച ആ ശക്തിയാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ എപ്പോൾ വന്നത്? മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റപ്പോൾ വന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മൾ മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കണ്ട, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയാണ് നാം സഭയുടെ അംഗമായി തീരുന്നത്. ഒന്ന്, നമ്മുടെ ജഡത്തെ മരിപ്പിക്കാൻ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കും. സാരമില്ല, ഞാൻ
പാപം ചെയ്താലും ഇനി കുഴപ്പമൊന്നുമില്ല, എന്നെ കർത്താവ് ക്ഷമിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ജഡത്തെ മരിപ്പിക്കാൻ വേണ്ടി ശക്തിയുള്ള ഒരു ആത്മാവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അല്ലേ? നല്ല ഒരു 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 മീൻ മുറിക്കാൻ നല്ല കത്തി തന്നിട്ടുണ്ട്. പക്ഷേ കത്തിയൊന്നും ഉപയോഗിക്കത്തില്ല. എന്നിട്ട് മീനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ തന്നെ വിഴുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുറിച്ച് നല്ലപോലെ അതിനെ സ്ലൈസ് ആക്കിയുള്ള ഉപകരണം നമ്മുടെ കയ്യിലുണ്ട്. എന്നതുപോലെ നമ്മുടെ കയ്യിൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. നമ്മുടെ ജഡത്തെ മരിപ്പിക്കാനായിട്ടുള്ള ടൂള് തന്നിട്ടുണ്ട്. ഓ, അത് സാരമില്ല, ഇത് ദൈവം ക്ഷമിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ then what for this spirit is within me? എന്നിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴെങ്കിലും ചർച്ചിൽ വരുമ്പോൾ ഒന്ന് ഒരു നന്ന പോറ്റൊന്ന് ആരാധിക്കാനൊക്കെ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്? നോ. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ഈസ് ഡൂയിങ് എന്താണ്? ഈ സ്പിരിറ്റിൻ്റെ ശക്തി നോക്കുക. എൻ്റെ ആത്മാവ് വളരെ കുറവാണ്. നോ, നോ സച്ച് തിങ്. എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ആ ഗ്ലോറിയസ് ആയി നിർത്തിയിരിക്കുന്ന ആ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത്. ദ ഓൺലി തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി നീഡ് ടു എക്സസൈസ് ആൻഡ് വി നീഡ് ടു ഓപ്പറേറ്റ്. ലെറ്റ് ഹോളി സ്പിരിറ്റ് വർക്ക് ഇൻ ആൻഡ് ത്രൂ അസ്. ഹല്ലേലൂയ. നമ്മൾ കോൾഡ് ഔട്ട് അസംബ്ലിയാണ്, വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. വി നീഡ് ടു ബി സോ ക്ലോസ്, സോ ഡിഫറെൻറ്റ്. ആമേൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ജഡത്തെ മരിപ്പിക്കണം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജഡത്തെ മരിപ്പിക്കുകയാണെങ്കിലോ നിങ്ങൾ ജീവിക്കും. വി വിൽ ലീവ് ബൈ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ശരീരത്തെ, അല്ലെ, ജഡം മരിച്ചാൽ പിന്നെ ജീവിപ്പിക്കുന്ന ആരാണ്? ആത്മാവാണ്. ആത്മാവിനെ കൊണ്ട് ജഡത്തെ മരിപ്പിക്കുക മാത്രമല്ല, ഈ ആത്മാവ് നമ്മെ ലൈഫിലേക്ക് കൊണ്ടുവരും. യു വിൽ ലീവ്. ദാറ്റ് ഈസ് ദ റിയൽ ലൈഫ്. ദാറ്റ് ഈസ് ദ. ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. എല്ലാവരും ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സം ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് and some are led by the flesh, the man, his own will. Two different things. ഞാനും നിങ്ങളും ഏത് ഭാഗത്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വേണ്ടുന്ന നീക്കുപോക്കുകൾ വരുത്തിയിട്ട് നമ്മൾ യേശുവിനോട് ചേർന്ന് നമ്മെ ചേർക്കുന്നത് യേശുവാ. ഇറ്റ് ഈസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഹൈ വാല്യൂ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഫാമിറ്റീസ്, നമ്മുടെ കുറവുകൾ, അത് ശരീരത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, മനസ്സിൻ്റെ ആയിക്കൊള്ളട്ടെ, ആത്മാവിൻ്റെ ആയിക്കൊള്ളട്ടെ, വെൻ യു വിൽ ലീവ് എന്ന് പറയുമ്പോൾ ഇതിനെ എല്ലാം, അതിനെ ഹല്ലേലൂയ ജീവിപ്പിക്കാൻ, ശരീരത്തിന് അസുഖങ്ങളുണ്ടോ ജീവിപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പറ്റും. ബലഹീനതകളുണ്ടോ ജീവിപ്പിക്കാൻ പറ്റും. അങ്ങളെ നമ്മളൊക്കെ പ്രായമായിട്ട് വരുവാ. ഹല്ലേലൂയ. നമുക്ക് ആത്മാവ് കുറച്ച് അധികം വേണം. നമുക്ക് ശക്തി വേണം. നമ്മുടെ മുട്ടുകളൊക്കെ ഒന്ന് ഉറയ്ക്കണം, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവിന് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്താ കാരണം? യേശുവിനെ, ഡെഡ് ബോഡി ആയിരിക്കുന്ന യേശുവിനെ ഉയിർപ്പിച്ച് ഹല്ലേലൂയ നിത്യമായി ഗ്ലോറിയസിൽ അണിയിച്ച അതേ ആത്മാവാ എൻ്റെയും നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മുടെ ബോഡിയുടെ ആവശ്യത്തിന് പറ്റുമോ? പറ്റും. നമ്മുടെ മനസ്സിൻ്റെ ആ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റുമോ? പറ്റണം. അതുപോലെ നമ്മുടെ സ്പിരിറ്റിനെ നമുക്ക് റിവൈവ് ചെയ്യിക്കുവാൻ പറ്റുമോ? പറ്റും. ബിക്കോസ് ഇഫ് വി ആർ ലെഡ് ബൈ ഹോളി സ്പിരിറ്റ് വി വിൽ ലീവ്. ഇവിടെ ലീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും വടിയും കുത്തി വയ്യാതെ വേണോ വേണ്ടെന്ന് വെച്ച് ജീവിക്കുന്ന കാര്യമല്ല. യേശുവിനെ എങ്ങനെ ജീവിപ്പിച്ചുവോ അതുപോലെ ഞാനും നിങ്ങളും ജീവിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനും ആത്മാവിനാൽ ആ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ യു വിൽ ലീവ്. ഈ ലീവ് എന്ന് എഴുതിയിരിക്കുന്ന ഇതിൻ്റെ ആ പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്ര ഈ ലോകത്തിൽ ചാടിക്കളിച്ചാലും പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റ് ലൈഫിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു സ്പിരിറ്റാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ തന്നിരിക്കുന്നത്. ഇനി അതേ സ്പിരിറ്റ് കൊണ്ടാണ് എന്ത് പറയുന്നത്? 14-15 വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ഈ ആത്മാവ് വീണ്ടും എന്തോ ചെയ്യുന്നേ? ഈ എല്ലാവരും, ഞാൻ സ്നാനപ്പെട്ടതുകൊണ്ട് ദൈവപൈതലാണെന്നും ആരും പറയല്ലേ. ദൈവപൈതൽ എന്ന് പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെയാണ്, അല്ലാണ്ട് സ്നാനപ്പെട്ടവരെ ദൈവപൈതൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്.
അല്ലാതെ പള്ളിയിൽ പോകുന്നവരെ ദൈവപൈതലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. വായിച്ചോ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. വെറുതെയാണോ പത്രോസ് പറഞ്ഞത് മാനസാന്തരപ്പെടി? നിങ്ങൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. അത് കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ഡിഫറെൻറ്റ്. You are added in this. You are called out from the darkness, and now you are, hallelujah, in the new group, and it is enrolled. You are enrolled by Jesus himself. Hallelujah. So we can be, we can call our Abba, our Father, Heavenly Father, as Father. Yeah. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. സ്തോത്രം. നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. നമുക്ക് വീണ്ടും അതിന്റെ താഴേക്ക് വായിച്ച് 2 വാക്യം കൂടെ പെട്ടെന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണ്? അവനോട് കൂടെ നമുക്ക് അവകാശികളാണ്, അവൻ്റെ മക്കൾ എന്നുള്ള ആ പദവിയിലേക്ക് നമ്മൾ എത്തുന്നു. നമ്മുടെ മേലൊരു തേജസ് അണിയിക്കുന്നു. ഇതാണ് ഈ കൂട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയൊരു സൃഷ്ടിയാണ്. ഞാനും നിങ്ങളും പുതിയതാ, ഒരു പുതിയ സൃഷ്ടിയാ. ഇനി പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? റോമർക്ക് എഴുതിയ ലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ മാറ്റങ്ങൾ നമ്മിൽ വരികയാണെങ്കിൽ അത് കൊണ്ടുവരുന്ന ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഹല്ലേലൂയ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മെ ജീവിക്കുവാൻ നമ്മെ അനുവദിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആത്മാവിനാൽ നിങ്ങളെ ജഡത്തെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. അവകാശികളായിട്ട്, ദൈവമക്കളായിട്ട്, തേജസ്സോടുകൂടെ ഹല്ലേലൂയ ഈ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് ഞാനും നിങ്ങളും എന്നും ചിന്തിക്കേണ്ടതാണ് ഈ വിഷയം. ഹല്ലേലൂയ, ഞാൻ ഒരു വിളിക്കപ്പെട്ട ഒരു കൂട്ടത്തിൻ്റെ കൂടെയാണ്. ഇറ്റ് ഈസ് സോ ഡിഫറെൻറ്റ് ഫ്രം ദ വേൾഡ്. എൻ്റെ ഉള്ളിൽ എന്നെ മാറ്റിയെടുക്കുന്നത്, എന്നെ ശക്തനാക്കുന്നത്, എന്നെ ഹല്ലേലൂയ ഡിഫറൻ്റ് ആക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദിവസം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ.